Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്താണ്? Solve the following linear system of equations using Gauss elimination method. X plus y minus z is equal to 9. 8y plus 6z is equal to minus 6. Minus 2x plus 4y minus 6z is equal to 40. ഇത് ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. സോൾവ് ചെയ്ത് എന്താണ് എക്സിന്റെ വാല്യൂ, എന്താണ് വൈ, എന്താണ് സെറ്റ് എന്ന് കണ്ടുപിടിക്കണം. നമ്മളിവിടെ ചെയ്യാൻ പോണത് ആദ്യം തന്നെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്നും ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി കണ്ടുപിടിക്കും. എന്താണ് എ ബി? എ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിന്റെ വൈയുടെ സെറ്റിന്റെ 1 1 മൈനസ് 1 9. സെക്കൻഡ് ഇക്വേഷനിലെ എക്സിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 എഴുതുന്നു. 8 then 6 then minus 6. 0 8 6 minus 6. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്ത് എഴുതുന്നു? minus 2 4 minus 6 then 4. First we write the augmented matrix AB. അപ്പോൾ augmented matrix AB എന്താണ്? ഫസ്റ്റ് റോയിൽ 1 1 minus 1 9. സെക്കൻഡ് റോയിൽ എന്താണ്? 0 8 6 minus 6. തേർഡ് റോയിൽ എന്താണ്? minus 2 4 minus 6 14. നമ്മൾ ഇതിനെ ഒരു എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഈ ഫസ്റ്റ് റോയിൽ കോമൺ ഫാക്ടർ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതുന്നു. 1 1 minus 1 9. സെക്കൻഡ് റോയിൽ കോമൺ ഫാക്ടർ 2 ഉണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 വരും. ഇവിടെ നമുക്ക് 4 വരും. ഇവിടെ 3 വരും. മൈനസ് 3 വരും. നമ്പർ ചെറുതാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് റോയിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മൾ R2 changes to R2 by 2. Then R3 changes to R3 നെ നമുക്ക് ചെറുതാക്കാം. R3 divided by 2. അപ്പോൾ ഇവിടെ എന്ത് വരും? minus 1 2 ഇവിടെ minus 6 എന്നുള്ളത് 3 minus 3 14 എന്നുള്ളത് 20. അപ്പോൾ സെക്കൻഡ് റോയിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 8 എന്നുള്ളത് 4 ആയി, 6 എന്നുള്ളത് 3 ആയി, minus 6 എന്നുള്ളത് minus 3 ആയി. തേർഡ് റോയിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. minus 1 ആയി, ഇവിടെ 2 ആയി, ഇവിടെ minus 3 ആയി, 40 എന്നുള്ളത് 20. അപ്പൊ നമ്പർ ചെറുതായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. ഈ 1ന് താഴെയുള്ള എല്ലാ അംഗങ്ങളെയും 0 ആക്കണം. ഇവിടെ ഒരെണ്ണം ഓൾറെഡി 0 ആണ്. ഈ -1നെ 0 ആക്കണം. -1നെ 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? -1നെ 0 ആക്കണമെങ്കിൽ ഫസ്റ്റ് റോ നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. 1 1 minus 1 9. സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ല. 0 4 3 minus 3 അത് അങ്ങനെ തന്നെ എഴുതുന്നു. തേർഡ് റോയിൽ എന്ത് ചെയ്യുന്നു? R3 changes to R3 plus R1. ഈ തേർഡ് റോയും ഫസ്റ്റ് റോയും കൂടി ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിൽ ആഡ് ചെയ്യുമ്പോൾ -1 1 ആഡ് ചെയ്യുമ്പോൾ 0 വരും. 2 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 വരും. -3യും -1 ആഡ് ചെയ്യുമ്പോൾ -4 വരും. 20യും 9യും ആഡ് ചെയ്യുമ്പോൾ 29. അപ്പൊ നമ്മൾ എക്കലോൺ ഫോം അനുസരിച്ച് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് ആയ 1ന് താഴെയുള്ള 2നെ നമ്മൾ 0 ആക്കി. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? രണ്ടാമത്തെ റോ എടുക്കണം. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലിമെന്റ് എന്താണ്? 4 ആണ്. ഈ 4ന്റെ താഴെയുള്ള 3 0 ആക്കണം. ഇതിൽ പിന്നെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. ഇത് നമ്മൾ 0 ആക്കണം. 0 ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് എന്താണ്? ഫസ്റ്റ് റോ അങ്ങനെ 1 1 minus 1 9 0 4 3 minus 3. ഈ 3നെയാണ് നമ്മൾ 0 ആക്കേണ്ടത്. 0 ആക്കണേ എന്ത് ചെയ്യണം? R3 changes to 4R3 minus 3R2. ഈ R3 എന്നുള്ള റോയിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് തേർഡ് റോയിൽ നിന്ന് സെക്കൻഡ് റോയിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് എലിമെന്റ് ഇവിടെ 0 വരും. ഇവിടെ നമ്മൾ 4 4 3 12 3 4 12 0. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ -16. ഇവിടെ 3 3 3 9. അപ്പൊ 25 വരും. ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ 29നെ 4 കൊണ്ട് ഗുണിക്കാം. 4 9 36 4 2 8 3 116. ഇതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ പ്ലസ് 3 3 9 116 125. അപ്പോ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഫസ്റ്റ് റോയുടെ താഴെയുള്ള 1 0 ആയി. ഈ 4ന്റെ താഴെ 0 ആയി. ഇനി നമുക്ക് തേർഡ് റോയിൽ താഴെ ഇല്ല. അപ്പൊ ഇത് എക്കലോൺ ഫോം ആണ്. നമുക്ക് എക്കലോൺ ഫോം കിട്ടി.
ഈ എക്കലോൺ ഫോമില് റാങ്ക് ഓഫ് എ എത്രയാണ് നോക്കാം. റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് കോളം നമ്മൾ ഹൈഡ് ചെയ്യാം. ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയുണ്ട്? 3. അതുപോലെ റാങ്ക് ഓഫ് എ ബി കാണാം. റാങ്ക് ഓഫ് എ ബി എന്താണ്? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു again 3. ഇത് മൊത്തം എടുക്കുമ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3. അപ്പൊ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, റാങ്ക് ഓഫ് എ equal to rank of AB equal to number of unknowns. Unknowns ഏതൊക്കെയാണ്? X, Y, Z. അങ്ങനെ വന്നാൽ the system will have unique solution. സിസ്റ്റത്തിന് യൂണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സിസ്റ്റം വിൽ ഹാവ് യൂണീക് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് കണ്ടുപിടിച്ച് അതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു. നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ യൂണീക് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂണീക് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഇത് മൊത്തം എടുക്കുമ്പോൾ എ ബി ആണ്. മൊത്തം എടുക്കുമ്പോൾ എ ബിയിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 3 നോൺ സീറോ റോസ് ഉണ്ട്. therefore rank of AB is equal to 3. ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ എയുടെ മാത്രം നോക്കുമ്പോൾ എത്രയുണ്ട്? നോൺ സീറോ റോസ് 3 ആണ്. റാങ്ക് ഓഫ് എ is equal to 3, റാങ്ക് ഓഫ് എ ബി is equal to 3, നമ്പർ ഓഫ് അൺനോൺസ് എക്സ് വൈ സെഡ് 3 എന്നാണ്. റാങ്ക് ഓഫ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ദ സിസ്റ്റം വിൽ ഹാവ് യൂണീക് സൊല്യൂഷൻ. ഇനി ആ യൂണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അടുത്ത പ്രോസസ് അതാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡിലൂടെ ആ സിസ്റ്റം ഓഫ് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാവുന്നതാണ് അടുത്തത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം, ആ എക്കലോൺ ഫോമിൽ എഴുതാം 1 1 -1 0 4 3 0 0 -25. then ഇവിടെ x കോളം x y z, ഈ റൈറ്റ് ഹാൻഡ് സൈഡില് 9 -3 125. നമ്മൾ എഴുതിയ ഫോം ഏതാണ്? ax equal to b ഫോമിൽ എഴുതി. a എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് a. എന്നുള്ളത് 1 1 -1 0 4 3 0 0 -25. x എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് x y z കോളമായിട്ട് എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ലാസ്റ്റ് കോളം ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത് 9 -3 125. ഇതിന് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? x + y - z is equal to 9. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. The second equation എന്താണ്? second equation 0 into x 4y then plus 3z is equal to -3. third equation എന്താണ്? -25z is equal to 125. ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് x ന്റെ y ന്റെ z ന്റെ വില കണ്ടുപിടിക്കാം. ഈ ലാസ്റ്റ് ഇക്വേഷൻ -25z equal to 125 ആകുമ്പോൾ z ന്റെ വാല്യൂ എത്ര വരും? 125 by -25. that is equal to നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? z ന്റെ വാല്യൂ -5. അപ്പോൾ z ന്റെ വാല്യൂ നമുക്ക് കിട്ടി. z is equal to -5. ഇനി നമുക്ക് അടുത്ത ആരെ കിട്ടണം? y കിട്ടണം. y കിട്ടുന്ന സെക്കൻഡ് ഇക്വേഷനിലെ z ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4y 3 into -5 is equal to -3. അപ്പോൾ 4y is equal to ഇവിടെ -15 ഇവിടെ -3, അപ്പോൾ -3 പ്ലസ് 15 ഇത്ര വരും? നമുക്ക് പ്ലസ് 12 വരും. therefore 4y is equal to 12. y is equal to 12/4. y is equal to 3. y യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? y യുടെ വാല്യൂ 3. ഇനി നമുക്ക് ആരെ കിട്ടാണ്ട്? നമുക്ക് ഇനി x നെ കിട്ടണം. x നോട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. x കിട്ടാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ x + y - z is equal to 9. അതിൽ x ന്റെ വാല്യൂ എത്രയാണ്? x ന്റെ വാല്യൂ അറിയില്ല. x + y എത്രയാണ്? 3. z എത്രയാണ്? -5 ആണ്. +5 വരും. that is equal to 9. അപ്പോൾ x is equal to 9 - 8 that is equal to 1. therefore x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? x is equal to 1. അപ്പോൾ x ന്റെ y യുടെയും z ന്റെയും വാല്യൂ നമുക്ക് കിട്ടി. നമ്മൾ ചെയ്ത മെത്തേഡ് ആണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ആണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സും വൈയും ഇസഡും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് ചെയ്തത്? ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്നും എ ബി എന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് കണ്ടുപിടിച്ചു.
എ ബി എന്ന ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്തു? എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു. റോ വൈസ് ഓപ്പറേഷനിലൂടെ, എലിമെന്ററി റോ വൈസ് ഓപ്പറേഷനിലൂടെ എ ബി എന്ന മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു. അങ്ങനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സിലെ എക്കലോൺ ഫോമില് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോ എ ബി മൊത്തമായിട്ട് എടുക്കുമ്പോൾ 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പൊ റാങ്ക് ഓഫ് എ ബി എത്രയാണ്? 3. ഇനി ലാസ്റ്റ് കോളം ബിയുടെ കോളം നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കുമ്പോഴോ എയുടെ റാങ്ക് എത്ര കിട്ടണേ? 3. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? എക്സ് വൈ സെഡ്, 3 അൺനോൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ rank of A equal to rank of AB equal to number of unknowns, the system will have unique solution. സിസ്റ്റത്തിന് യൂണീക് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. ഇനി ആ യൂണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ എക്കലോൺ ഫോം എടുക്കാം. ആ എക്കലോൺ ഫോം ആണ്, ഈ എക്കലോൺ ഫോമിനെ AX ഈക്വൽ ടു ബി ഫോമിൽ എഴുതാം. AX ഈക്വൽ ടു ബി, ബി എന്നുള്ളത് ലാസ്റ്റ് കോളം, എക്സ് എന്നുള്ളത് എക്സ് വൈ സെഡ്, ഫസ്റ്റ് 3 കോളാണ് എ എടുക്കുന്നത്. അങ്ങനെ AX ഈക്വൽ ടു ബി എഴുതി. അതിനെ ഇക്വേഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ മൈനസ് (9) കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ 4y പ്ലസ് 3 (-3) കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ -25 (125) കിട്ടി. ഇത് 1 by 1 ആയിട്ട് അവസാനത്തെ സോൾവ് ചെയ്യുമ്പോൾ ഇസെറ്റിന്റെ വാല്യൂ എത്ര കിട്ടും? -5 കിട്ടും. അത് തൊട്ട് മുമ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടും? 3 കിട്ടും. ഈ ഇസെറ്റിന്റെയും വൈയുടെയും വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്ത് എക്സിന്റെയും വൈയുടെയും ഇസെറ്റിന്റെയും വാല്യൂ കിട്ടി. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.